നമസ്കാരം. പൊതുജനം കഴുതി LSR എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനിയുള്ള ഏതാണ്ട് ഒരു മണിക്കൂർ സമയം ഇന്ന് പുറത്തു വന്ന ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, അതുപോലെ ചില പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ചില പ്രത്യേക റിപ്പോർട്ടുകൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതി LSR. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങളുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാൻ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗപ്പെടുത്താം. 048428300510. നമ്പർ ഒരിക്കൽ കൂടി 048428300510. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കയ്യിൽ വാർത്തകളുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 6235968937. നമ്പർ ഒരിക്കൽ കൂടി 6235968937. അപ്പോൾ നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഒരു പരീക്ഷയ്ക്ക് എന്തുമാത്രം തയ്യാറെടുപ്പുകൾ നമ്മുടെ കുട്ടികൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഉറക്കമിളച്ച് ദിവസങ്ങളോളം പഠിച്ച് മികച്ച മാർക്ക് നേടി പാസ്സായിട്ടും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ആഗ്രഹിച്ചയിടത്ത് പഠിക്കാൻ കഴിയാതെ പോകുന്നത് അത് വലിയ പ്രശ്നം തന്നെയാണ്. അത് എന്തുമാത്രം വിഷമം കുട്ടികളിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പറഞ്ഞു വരുന്നത് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ചാണ്. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികളാണ് അവസരം കാത്തു നിൽക്കുന്നത്. +1 പ്രവേശനം ഈ മാസം 21-ന് പൂർത്തിയാകുകയും ചെയ്യും. ജൂൺ 24-ന് ക്ലാസ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിലും വ്യക്തമാക്കിയതാണ്. അഡ്മിഷൻ ലഭ്യമാകാൻ നെട്ടോട്ടമോടുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി മികച്ച വിജയം കരസ്ഥമാക്കി. എന്നാൽ തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തില്ല. +1 സീറ്റിൽ ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിടുന്നത് മലബാർ മേഖലയിലാണ്. എടുത്തു പറയേണ്ടത് മലപ്പുറത്താണ്. പ്രതീക്ഷകളോടെ ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. SSLC പരീക്ഷാഫലം വന്ന ദിവസം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിനും മികച്ച വിജയം കരസ്ഥമാക്കിയതിനും മലപ്പുറം ജില്ല വാനോളം പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി. എന്നാൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഈ ശുഷ്കാന്തിയൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് കണ്ടിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിലും തുടർന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലും തുടർച്ചയായി പറയുന്നൊരു കാര്യമുണ്ട്. നിലവിൽ +1 സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധിയും സംസ്ഥാനത്തില്ല. മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം സാധ്യമാക്കുമെന്നുള്ളത്. എന്നാൽ സർക്കാരിന്റെ തന്നെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. +1 3ാം ഘട്ട അലോട്ട്മെന്റ് ആണ് ഇന്ന് പൂർത്തിയായത്. ഇനി ശേഷിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. 82,446 വിദ്യാർത്ഥികളാണ് ഇത്തവണ മലപ്പുറം ജില്ലയിൽ മാത്രം ഏകജാലകം വഴി +1 സീറ്റിനായി അപേക്ഷ നൽകിയത്. ജില്ലയിലെ ആകെയുള്ള മെറിറ്റ് സീറ്റുകളുടെ എണ്ണം 50,080 ആണ്. ഇതിലേക്ക് 3 ഘട്ടങ്ങളിലായി 50,036 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അവസരം ലഭിച്ചത്. ഇനിയും അവസരത്തിനായി കാത്തിരിക്കുന്നത് 32,410 വിദ്യാർത്ഥികൾ. പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന മലപ്പുറം ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. മലപ്പുറത്ത് മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 44 സീറ്റുകൾ മാത്രമാണ്. ഈ മാസം 24-ന് ക്ലാസുകൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ഇനത്തിൽ ജില്ലയിൽ ആകെ ബാക്കിയുള്ളത് 6,437 സീറ്റുകളാണ്. ഇതുൾപ്പെടെ പരിഗണിച്ചാലും 25,973 വിദ്യാർത്ഥികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലാണ്. ജില്ലയിൽ അൺഎയ്ഡഡ് മേഖലയിൽ ശേഷിക്കുന്നത് 10,877 സീറ്റുകൾ. ഇത് പരിഗണിച്ചാലും 15,096 വിദ്യാർത്ഥികൾ പുറത്തു തന്നെ. സീറ്റ് വർധനവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ വർഷവും വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്താണ്. പാലക്കാട്ടും കണ്ണൂരും KSU ഇന്ന് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പിടിച്ച്
പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുന്ന കണക്കെങ്കിലും ഒന്ന് പരിശോധിക്കണം. കാരണം വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള അവകാശമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുന്നണി മാറ്റം വേണമെന്ന് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നു. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല. CPIയുടെ 4 മന്ത്രിമാരും പരാജയമാണ്. കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടായില്ല. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിലും ജില്ലാ കൗൺസിലിൽ വിമർശനമുയർന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവിധ ജില്ലകളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനം, സർക്കാരിനെതിരെ, സ്വന്തം മന്ത്രിമാർക്കെതിരെ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം നമുക്ക് മുമ്പിലുണ്ട്. ഇടുക്കിയിൽ അല്പം കൂടി കടന്ന് മുന്നണി മാറ്റം വേണം എന്നുള്ള ആവശ്യം അംഗങ്ങൾ ഉയർത്തുന്നു. വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണി മാറ്റം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്ന സമയത്തും അതിലൊരു വിശദീകരണം പോലെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം എന്തെന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ആ ഒരു ധാരണയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ CPIക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നേനെ എന്നതാണ് ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ CPI കൗൺസിലിൽ ഈ അംഗങ്ങൾ പ്രധാനമായും പറഞ്ഞ കാര്യമെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല LDF-ൽ നിന്നതുകൊണ്ട് കൂടുതൽ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല, ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്. മാത്രമല്ല സർക്കാരിന്റെ അല്ലെങ്കിൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം ഉൾപ്പെടെ വലിയ തരത്തിൽ മോശമാണ്, 4 മന്ത്രിമാരും തികഞ്ഞ പരാജയമാണെന്നുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നു. സ്വന്തം വകുപ്പുകൾക്ക് വേണ്ട പണം പോലും ധനവകുപ്പിൽ നിന്ന് മേടിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇടുക്കിയിലെ തോൽവിയുടെ കാരണവും CPI മന്ത്രിമാരുടെ പ്രകടനം തന്നെയാണ്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിൽ പിന്നോട്ട് പോയി, അതാണ് ഇത്തരം ഒരു വലിയ തോൽവിക്ക് കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇടുക്കിയിൽ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ LDF-ൽ തന്നെ CPI മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല 2021 പാലാ തെരഞ്ഞെടുപ്പിൽ പോലും കേരള കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം LDF-ൽ CPIM നൽകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാജ്യസഭാ സീറ്റിന്റെ കാര്യമാണ്. PP സുനീറിന് സീറ്റ് നൽകിയതിൽ വലിയ തരത്തിലുള്ള വിമർശനം അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആനി രാജയ്ക്ക് ആ സീറ്റ് കൊടുക്കണമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് വിമർശനത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും നിലവിൽ മുന്നണി മാറുന്ന കാര്യത്തിൽ മുന്നണി മാറ്റം LDF ഇടണം എന്നുള്ളൊരു തീരുമാനമല്ല അവർ പറഞ്ഞത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ കേരളത്തിലും അത്തരമൊരു ധാരണ ഉണ്ടാക്കിയ ശേഷമായിരിക്കണം മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ CPIക്കും കൂടുതൽ സീറ്റ് കരസ്ഥമാക്കാൻ നേടാൻ കഴിഞ്ഞേനെ, വിജയിക്കാൻ കഴിഞ്ഞേനെ എന്ന തരത്തിലാണ് പറഞ്ഞതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. റീജിത്ത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി ജില്ലാ കൗൺസിലിലും രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ, സ്വന്തം മന്ത്രിമാർക്കെതിരെയൊക്കെ ഉയർന്നു വരികയാണ്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയുടെ ആശങ്കയിൽ നിന്ന് ഫ്ളാറ്റ് നിവാസികൾ മുക്തരായിട്ടില്ല. രൂക്ഷമായ രോഗബാധ അസോസിയേഷന്റെ പിടിപ്പുകേട് മൂലം ഉണ്ടായതാണ് എന്ന് പറയുന്നവരും ആ ഫ്ളാറ്റിൽ ഒരുപാടുണ്ട്. ആവശ്യമെങ്കിൽ അസോസിയേഷനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചികിത്സയിൽ കഴിയുന്ന 2 വയസ്സുകാരന്റെ പിതാവ് 24-നോട് പറഞ്ഞു. 441 പേരാണ് ഇതുവരെ വിവിധയിടങ്ങളിൽ ചികിത്സ തേടിയത്. ഫ്ളാറ്റിലെ ജലത്തിലുള്ള ഇക്കോളിൻ സാന്നിധ്യത്തെക്കുറിച്ച് അവിടുത്തെ നിവാസികളോട് പറയാതിരിക്കുക. രോഗലക്ഷണങ്ങളും പലരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഫ്ളാറ്റ് അസോസിയേഷൻ ഇത്തരം കാര്യങ്ങൾ മറച്ചുവെച്ചത്? DLF-ലെ ഈ രോഗബാധ പിടിപ്പുകേടുകൊണ്ട് വന്ന് സംഭവിച്ചതാണ്. കഴിഞ്ഞ മാസം 25-ന് DLF ഫ്ളാറ്റിലെ വെള്ളം ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈക്കോളി സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും അസോസിയേഷൻ ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നാണ് ആരോപണം. ഇക്കാരണത്താൽ ചികിത്സയിൽ കഴിയുന്ന 2 വയസ്സുകാരനുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നത്. 29-ാം തീയതി വന്ന റിപ്പോർട്ട് 2 ദിവസം ഡിലേ ആക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഞങ്ങൾ അറിയുന്നത് 14-15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഈ റിപ്പോർട്ട്. അന്നേരത്തേക്ക് എൻ്റെ ഫാദർ ഹാർട്ട് പേഷ്യൻ്റാണ്, പുള്ളി അഡ്മിറ്റഡായി, എനിക്ക് ഇഷ്യൂ ആയി, റിക്കവറായി വരുന്ന സമയത്ത് മോനായി. അപ്പം അതൊരു ഇത്രയും ഡിലേ വന്ന് 16 ദിവസത്തെ ഡിലേ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച് ആക്ച്വലി. ഒത്തിരി പേര് ട്രീറ്റ്മെൻറ്റിലുണ്ട്.
കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. യങ്സ്റ്റേഴ്സിന് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. 3 ദിവസത്തിനു ശേഷം ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം പുറത്തുവരും. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കർശന നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് ഫ്ളാറ്റ് അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഫിൽറ്ററിൽ നിന്നെടുക്കുന്ന വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രം ഉപയോഗിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കണം. ഒരു തരത്തിലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. ഫ്ളാറ്റിലേക്ക് വാട്ടർ ടാങ്കുകൾ എത്തുമ്പോൾ അവരുടെ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കാൻ തയ്യാറാകണം. ആരോഗ്യവകുപ്പ് എല്ലാ ദിവസവും സൂപ്പർ ക്ലോറിനേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ 441 പേർക്കാണ് DLF ഫ്ളാറ്റിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. വെള്ളത്തിൽ നിന്ന് പടർന്ന ബാക്ടീരിയയാണ് രോഗകാരണമെന്ന് പ്രാഥമികമായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയും ചെയ്യുന്നു. പല ഫ്ളാറ്റുകളും വാട്ടർ അതോറിറ്റി ടാങ്കർ ലോറികളെ ആശ്രയിക്കുന്നില്ല. നിരക്ക് കുറഞ്ഞതിനാൽ സ്വകാര്യ വ്യക്തികളെത്തിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം വെള്ളത്തിൽ കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. DLFലെ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ഫ്ളാറ്റുകളിലെ വാട്ടർ ടാങ്കുകൾ കേന്ദ്രീകരിച്ച വിശദമായ പരിശോധന നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്, അതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ആ കേസിന്റെ അന്വേഷണം, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോഴാ കേസിൽ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി രാഹുൽ പി ഗോപാലും പറവൂരിലെ പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പല വമ്പൻ ട്വിസ്റ്റുകൾക്കും ഒടുവിലാണ് കോടതിയിൽ കേസ് ഒത്തുതീർപ്പാക്കിയത്. പന്തീരങ്കാവ് കേസിൽ എന്താണ് ഇതുവരെ സംഭവിച്ചത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. സംഭവത്തിൽ ഇരയായ പെൺകുട്ടിക്ക് നിരുപാധികം പിന്തുണ അറിയിച്ച നിരവധി ആളുകൾ രംഗത്തെത്തി. പക്ഷേ കേസിന്റെ മുന്നോട്ടു പോക്ക് തുടക്കം മുതൽ നാടകീയമായിരുന്നു. മെയ് 5-നായിരുന്നു രാഹുൽ പി ഗോപാലും പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹം. 9-ാം തീയതി വിവാഹാനന്തര ചടങ്ങുകൾക്കായി രാഹുലിൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ കുടുംബം എത്തുന്നു. അവിടെ വെച്ച് മകളുടെ മുഖത്തെയും ദേഹത്തെയും മുറിവുകൾ കണ്ട കുടുംബം ഞെട്ടി. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്ന ക്രൂരതകൾ മകൾ മാതാപിതാക്കളോട് വിവരിച്ചു. തുടർന്ന് പോലീസിൽ പരാതി, കേസ് അന്വേഷണം. ഈ മുഴ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ്. ആ ഇടി ഇവിടെ മാത്രമല്ല, ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചാർജറിൻ്റെ ഒരു വയറുണ്ടല്ലോ, ആ വയറ് കഴുത്തി ചുറ്റി വലിച്ച് ഇവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുനിച്ച് നിർത്തിയിട്ട് ഇവൻ പുറത്തിടിക്കണം. അങ്ങനെ പ്രാകൃതമായ ഒരു രൂപമാണ് എൻ്റെ മകളെ കാണാൻ. അത്രയും ക്രൂരമായിട്ട് ഇവൻ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനിടെ രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. കേസ് അന്വേഷണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. പോലീസ് പ്രതിക്കൂട്ടിലായതോടെ സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കേസിന് പ്രഥമ പരിഗണന നൽകി. പക്ഷേ ഉണ്ടായത് വമ്പൻ ട്വിസ്റ്റാണ്. രാഹുലേട്ടൻ പാവമാണെന്നും ഗാർഹിക പീഡന കേസ് വെറും കഥ മാത്രമായിരുന്നെന്നും പെൺകുട്ടിയുടെ മൊഴിമാറ്റം. കാണാമറയത്തെവിടെയോ ഇരുന്ന യൂട്യൂബിൽ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. പഴി മുഴുവൻ സ്വന്തം വീട്ടുകാർക്ക്. എന്നെ വിശ്വസിക്കരുത്, ഞാൻ നുണയാണെല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണിപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വരുന്നത്. സത്യം പറയാലോ, ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. പെൺകുട്ടിയുടെ പ്രതികരണം കേട്ട പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മകളെ കാണാനില്ലെന്ന് പരാതി നൽകി. മകൾ രാഹുലിന്റെ കസ്റ്റഡിയിലാണെന്നും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച മൊഴിയാണിതെന്നുമുള്ള പിതാവിന്റെ ഇടറിയ വാക്കുകൾ കേരളം കേട്ടു. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു പറഞ്ഞ വാക്കുകൾ കേട്ട് കേരളം ഒന്നാകെ ആ പെൺകുട്ടിക്കൊപ്പം നിന്നിരുന്നു. പക്ഷേ ഒടുവിലെ മലക്കം മറിച്ചിലിൽ ആരാണ് മണ്ടന്മാരായതെന്നാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂർ എരഞ്ഞോളി സ്ഫോടനത്തിൽ CPIഎമ്മിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി രംഗത്ത് വന്നു. മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ സീന പ്രതികരിച്ചു. അതേസമയം ബോംബ് സ്ഫോടന വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിനെയും CPIഎമ്മിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി.
ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി സ്മാരകം നിർമ്മിക്കുകയാണ് എന്നായിരുന്നു വിമർശനം. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതിക്കെതിരായ രോഷപ്രകടനമാണ് സീനയുടെ വാക്കുകളിലുള്ളത്. CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ് വെളിപ്പെടുത്തൽ. എന്നാൽ യുവതി കോൺഗ്രസ് അനുഭാവിയെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമെന്നും CPM-ന്റെ മറുപടി. അപ്പോൾ തീർത്തും അവർക്ക് സ്വാധീനമുള്ള, കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എരഞ്ഞോളി സ്ഫോടനം നിയമസഭയെയും പ്രക്ഷുബ്ധമാക്കി. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായുള്ള കാര്യമാണ്. AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് വന്നു. മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും, ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. പോലീസിന് ഭയമാണ് സർ. പോലീസിൽ അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും, പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി? എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോൾ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കളം സ്വദേശി വേലായുധന്റെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുണ്ടുചിറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ആരെയെല്ലാമോ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോംബുകൾ കണ്ണൂരിൽ എത്ര നിരപരാധികളുടെ ജീവനാണ് എടുത്തത്? എത്ര പേരാണ് ജീവിക്കുന്ന രക്തസാക്ഷികളായത്? സൂര്യകാന്തിയും അമാവാസിയും അടക്കമുള്ളവർ കുരുന്നുപ്രായത്തിൽ ഇരകളായി. ഇരകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. എന്നിട്ടും തീരാത്ത ചോരക്കൊതി. രക്തദാഹത്തിന്റെയും ഹിംസയുടെയും രാഷ്ട്രീയ ഉൽപ്പന്നമാണ് ബോംബ്. ബോംബുകൾക്ക് ജനാധിപത്യം സംസാരിക്കാനില്ലെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലുള്ളവരെന്നോ നിരപരാധികളെന്നോ ഭേദമില്ലാതെ എത്ര മനുഷ്യരുടെ ചോര വീണ് കണ്ണൂരിലെ മണ്ണു നനഞ്ഞു. ഇനി എന്ന് അറുതിയുണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആ ചോദ്യം അങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. അത് ആരുടെ ബോംബ്, ആര് ലക്ഷ്യമിട്ട് ഉണ്ടാക്കിയ ബോംബ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദം അത് ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അതിനിടയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ ഒരു പരാമർശം വിവാദമാകുന്നത് നമ്മൾ കണ്ടു. കൊല്ലപ്പെട്ടത് വൃദ്ധനല്ലേ, യുവാവൊന്നുമല്ലല്ലോ എന്നുള്ളതായിരുന്നു പ്രതികരണം. അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന നമ്മുടെ ആരോഗ്യരംഗത്തിന് ഇതെന്തു പറ്റി എന്ന് തോന്നും പുറത്തു വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ. അങ്ങനെയുള്ളൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് 4 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അനസ്തേഷ്യ നൽകുന്നതിൽ മാനദണ്ഡം പാലിച്ചില്ല എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നതായും കണ്ടെത്തി. ജൂൺ 1-നാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. മുഹമ്മദ് ഷാനിൽ എന്ന 4 വയസ്സുകാരൻ്റെ ചിരി ഇപ്പോഴും കണ്ണുകളിൽ നിന്ന് മായുന്നില്ല. ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷകളും സന്തോഷവുമാണ് ഇല്ലാതാക്കുന്നത്. ആരോഗ്യരംഗത്തെ കേരള മാതൃക ലോക പ്രശസ്തമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ആരോഗ്യരംഗം
നിരന്തരം പ്രതിക്കൂട്ടിലാണ്. അതിൽ സർക്കാർ സ്ഥാപനമെന്നോ സ്വകാര്യ സ്ഥാപനമെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം പിഴവുകൾ സംഭവിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഒരു നാടിന്റെ മുഴുവൻ നോവായി മാറിയ മുഹമ്മദ് ഷാനിൽ. വായിൽ കമ്പ് തട്ടിയുണ്ടായ മുറിവുമായാണ് 4 വയസ്സുകാരനായ മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ മാതാവും ബന്ധുക്കളും പ്രവേശിപ്പിച്ചത്. ഉടൻ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. കുടുംബം അത് സമ്മതിച്ചു. ചെറിയ മുറിവല്ലേ, മോൻ വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഉമ്മ മകനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് യാത്രയാക്കി. പക്ഷേ വിധി മറിച്ചായിരുന്നു. എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് നിന്ന് പോണ സമയത്ത് ഒരു അസുഖം എൻ്റെ കുട്ടിക്കില്ല. ഒരു പനിയോ ഒരു ജലദോഷമോ ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. എൻ്റെ അടുത്ത് നിന്ന് പോണ സമയത്ത് എൻ്റെ കുട്ടി ചിരിച്ചാണ് ഉമ്മച്ചിയെന്ന് വിളിച്ച് പോയ കുട്ടിയാണത്. പിന്നെ ഞാൻ കേൾക്കണ എൻ്റെ കുട്ടി മരിച്ചു എന്നാ. കുഞ്ഞു മരിച്ച വിവരം ഏറെ വൈകിയാണ് ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച ഏക മകനായിരുന്നു ഷാനിൽ. കളിച്ചിരിയും കുസൃതികളുമായി അവൻ ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പൊന്നോമന പുത്രനായിരുന്നു. ഷാനിലിന്റെ മരണത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ ആശുപത്രി മാനേജ്മെന്റോ ആരോഗ്യ പ്രവർത്തകരോ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നത്തെയും പോലെ ഈ കുടുംബത്തെ കുറ്റപ്പെടുത്താനും സൈബർ പുള്ളിംഗ് നടത്താനുമാണ് പലരും ഇപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോഴും നഷ്ടം ഷാനിലിന്റെ കുടുംബത്തിന് മാത്രം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് മരണമെന്നാണ് കണ്ടെത്തൽ. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണമുണ്ടായിരുന്നു. അതായത് മയക്കുന്നതിന് മുൻപ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ നിഗമനം. ഡോക്ടർമാർ കൊന്ന്, ഞാൻ അതേ പറയുള്ളൂ, എൻ്റെ കുട്ടീനെ ഡോക്ടർമാർ കൊന്ന്, അല്ലാതെ എൻ്റെ കുട്ടിക്ക് അല്ലാത്തൊരു അസുഖം ഒന്നുമില്ല. അങ്ങനെ ഡോക്ടർമാർ പറയണേ ഓരോരുത്തർ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ വരില്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അടുത്ത ദിവസം പുറത്തുവരും. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അന്വേഷണം പൂർത്തിയായാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച ഏക മകനാണ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്നത്. ആ സങ്കടക്കയത്തിൽ നിന്നും അവർ ഇപ്പോഴും കര കയറിയിട്ടില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ 4 വയസ്സുകാരിക്ക് ഈക്കോളെ അണുബാധ കണ്ടെത്തി. കാക്കനാട്ടെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 28 പേർ ചികിത്സയിലാണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിവരങ്ങൾ വിഷ്ണു. എന്താണ് ഈ അണുബാധയ്ക്ക് കാരണം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് രോഗബാധയ്ക്ക് കാരണം എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ചില പ്രാഥമിക വിലയിരുത്തലുണ്ടെങ്കിലും അതിനൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. വെള്ളത്തിലെ ഈക്കോളിൻ തന്നെയാണ് ഈ രോഗബാധ ഇത്രയും പേരിലേക്ക് പടരാൻ കാരണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ DLF ഫ്ളാറ്റിലെ 4 വയസ്സുകാരിയാണ് ഈ ശരീരത്തിൽ ഈക്കോളിൻ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പുറത്ത് ഒരു സ്വകാര്യ ലാബിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പുറത്തെ ലാബിൽ കുട്ടിയുടെ രക്തം ഉൾപ്പെടെ പരിശോധിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് ലഭിച്ച റിസൾട്ടിലാണ് കുട്ടിയുടെ ശരീരത്തിൽ ഈക്കോളി സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത്. നിലവിൽ ഈ ഫ്ളാറ്റിലെ 28 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രാഥമികമായി നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത് ഈ രോഗബാധയുടെ കാരണം അത് ഈക്കോളി ബാക്ടീരിയയാണ്. ഇത് എവിടെ നിന്ന് എത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ടാങ്കറിലേക്ക് എത്തിയത്. അത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ ഈക്കോളി സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് ഇനി അറിയാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയുടെ മാത്രമേ സാധ്യമാകൂ. എന്തായാലും ഈ രോഗബാധയ്ക്ക് കാരണം ഈക്കോളി തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താനാകും. ശ്രീജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഉന്നത നിലവാരത്തിൽ കോടികൾ മുടക്കി പണിത റോഡ് 3 മാസം കൊണ്ട് തകർന്ന് തരിപ്പണമായെന്ന് കേട്ടാൽ ആരും ഞെട്ടും. പത്തനംതിട്ട ജണ്ടായിക്കൽ അത്തിക്കയം റോഡിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. 4 കോടി ചെലവിട്ട് പൂർത്തിയാക്കിയ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇതാ കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്നത് മെറ്റലാണ്. ബേബി മെറ്റൽ എന്നൊക്കെ പറയും. 3 മാസം മുൻപ് പൂർത്തിയാക്കിയ റോഡാണ്. അതിൻ്റെ അവസ്ഥയാണ്.
ബഹുമാനപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇതൊന്ന് കാണണം. പൊതുമരാമത്ത് റോഡാണ് ഈ കാണുന്നത്. ഉന്നത നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയെന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ അവകാശപ്പെട്ട റോഡാണ് ജണ്ടായിക്കൽ അത്തിക്കയം റോഡ്. പഴവങ്ങാടി നാറാണമൊഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നീണ്ട 12 വർഷത്തിനു ശേഷമായിരുന്നു നവീകരണം നടത്തിയത്. ടാറിംഗ് കഴിഞ്ഞു, കരാറുകാരൻ പൊടിയും തട്ടിപ്പോയി, റോഡ് പതിയെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. ബൈക്ക് യാത്രികർ വീഴാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്ക് കാര്യം ബോധ്യമായി. ഇതിൻ്റെ നിർമ്മാണത്തിൽ മുഴുവനും പൂർണ്ണമായിട്ടുള്ള അപാകതകൾ നിറഞ്ഞതാണ്. യാതൊരുവിധ ക്വാളിറ്റി ടെസ്റ്റുകളും ചെയ്തിട്ടില്ല ഇതിൻ്റെ നിർമ്മാണത്തിൽ. അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. വെറ്റ് മിക്സ് മെക്കാഡം ശരിയായ രീതിയിൽ പ്ലാന്റിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുപോലെ ചേർക്കേണ്ടുന്ന മെറ്റീരിയൽസ് ശരിയായ അളവിൽ ചേർത്തിട്ടില്ല. ബിറ്റുമിൻ കണ്ടൻറ്റ് തീരെ കുറവാണെന്നാണ് മനസ്സിലാകുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PWD ഉദ്യോഗസ്ഥർ സാമ്പിൾ കളക്ട് ചെയ്ത് പോയിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നാട്ടുകാർ പരാതി നൽകിയിരുന്നു. സ്ഥലം MLAയെയും കാര്യങ്ങൾ ബോധിപ്പിച്ചു. മന്ത്രിയുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ വെച്ച് ഇതിനെ ചർച്ച ചെയ്യുന്നതും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നമുക്കുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഇപ്പോൾ ലേ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മോശമാണെന്ന് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സാധനം എടുത്ത് മാറ്റി നമുക്ക് പുതിയ ചെയ്യുക. CPIM നേതാക്കൾക്ക് പോലും റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരേണ്ട അവസ്ഥയാണിപ്പോൾ. വളരെ വേഗം ചെയ്തു. അതുതന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതുമാണ്. നമ്മളെല്ലാം സന്തോഷത്തോടെ ഇത് കണ്ടതേ ഉള്ളൂ. BC വരെ ഇല്ല, BM വരെ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ ചെയ്തു. അപ്പോൾ ഇത് പിറ്റേ ദിവസം മുതൽ ബൈക്കുകൾ വീഴാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇതെല്ലാം വിരുദ്ധമായിട്ട് ഇപ്പോൾ ഇതിങ്ങ് ഒലിച്ചു പോകുന്നു. അതാണ് ഒരു സ്ഥിതി. ഇത് വളരെ മോശമായ രീതിയിലാണ് ഇത് പോകുന്നത്. പരാതികൾ കൂമ്പാരമായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ക്വാളിറ്റി വിഭാഗം പരിശോധന നടത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. ക്വാളിറ്റി അസലായതിനാൽ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ഇതുവരെ മുകളിലേക്ക് നൽകിയിട്ടില്ല എന്നാണ് വിവരം. റോഡിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന വേണമെന്നാണ്. അത് ഈ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. സച്ചിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ദിനംപ്രതി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം, ആ പരാതികൾ പെരുകിയതോടുകൂടി അവിടെ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ പേരിൽ നടന്ന അഴിമതി മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഞങ്ങൾ ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ഓരോ ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട്, പക്ഷേ ഒന്നും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. സോ നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. കാര്യം ഇത്രയും 4 കോടി രൂപ മുടക്കി നമ്മൾ റോഡ് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് ഇത്ര ഇളകി പോവുകയാണ്. സോ അതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. എന്തോ അഴിമതി, നല്ല രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെയൊക്കെ അഴിമതിയുണ്ട്. അപ്പോൾ ആ അഴിമതി കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും രണ്ടാമത് റീവർക്ക് ചെയ്യണം, എന്നാലേ ഇത് ശരിയാവുകയുള്ളൂ. റോഡ് പണിയുമ്പോൾ ഒരു PWD എഞ്ചിനീയറോ ഒരു സൂപ്പർവൈസറോ ആരും തന്നെ ഇതിൽ മേൽനോട്ടത്തിലില്ലായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ കുഴപ്പം, നിങ്ങൾ പണി നോക്കെന്ന് പറഞ്ഞിട്ട് അവർ പോയത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ തുറന്നു വിട് റിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ ഓടിച്ചെടുക്കാം. എഞ്ചിനീയറിംഗ് ശരിക്കും വർക്ക് ഇതിനകത്ത് നടന്നിട്ടില്ല. അതിനെന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള എഞ്ചിനീയർമാരായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ 4 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4 കിലോമീറ്റർ നീളത്തിൽ
BMBC ചെയ്തിട്ട് ബാക്കി മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിലും ഈ റോഡ് വൃത്തിയായിട്ട് കിടന്നേനെ. ഈ വേവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ വിരിക്കുന്ന സാധനം, ടാർ വിരിക്കുന്ന വേവർ എന്ന് പറഞ്ഞ സാധനം, അത് ഫുള്ള് ഇങ്ങനെ വിരിച്ച് വെച്ചാണ് ഇവർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഒരിക്കലും നടുക്ക് തിക്നെസ് വരത്തില്ല. അത് ഹാഫ് ചെയ്ത് ഹാഫ് അപ്പുറത്ത് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഫുള്ള് ചെയ്യുന്ന ഹൈവേക്കൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവർ ഫുള്ള് വിരിച്ച് വെച്ച് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നടുക്കൊന്നും സാധനമില്ല, മെറ്റീരിയലില്ല. തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു അപകടത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം എന്ന സംശയം. 9 പേർ മരിച്ചിട്ടുണ്ട്, 40 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മദ്യം വിറ്റ 2 പേർ നിലവിൽ അറസ്റ്റിലാണ്. സംഭവത്തിൽ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വ്യാജമദ്യം കുടിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് സർക്കാരും വ്യക്തമാക്കുന്നു. കേസ് CBCID അന്വേഷിക്കും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 9 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന നിലയുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്കറിയാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സർക്കാർ എന്താണ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്? അന്വേഷണം, അതിൻ്റെ ഭാഗമായി ചില നടപടികളൊക്കെ ഇപ്പോഴുണ്ടായിട്ടുണ്ടല്ലോ മനീഷ്. രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണം 10 എന്നുള്ളതാണ്. കള്ളാക്കുറിച്ചിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ സാധിക്കും. അങ്ങനെ മരണം 10 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പുതുച്ചേരി ജിപ്മർ ആശുപത്രി, സേലം, അതുപോലെ തന്നെ വിഴിപ്പുരം, കള്ളാക്കുറിച്ചി ആശുപത്രികളിലായി ഏകദേശം 30-ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. വലിയ ഭൂരിഭാഗം ആളുകളിലും വലിയ തോതിലുള്ള ഛർദിയും തലവേദനയും ഒക്കെയാണ് ലക്ഷണങ്ങളായി കണ്ടിട്ടുള്ളത്. എല്ലാവരും അവശ നിലയിൽ തന്നെയാണ്. ഇതിൽ പുതുച്ചേരിയിലും അതുപോലെ തന്നെ കള്ളാക്കുറിച്ചിയിലുമുള്ള ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരമാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം CBCIDക്ക് കൈമാറുന്നു. കള്ളാക്കുറിച്ചിയിലെ കലക്ടറായിരുന്ന ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കള്ളാക്കുറിച്ചി ഈ കാരുണ്യപുരവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ 9 പോലീസുകാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആ തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. മാത്രമല്ല സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇത് വ്യാജമദ്യ ദുരന്തമാണോ എന്ന സംശയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് വ്യാജമദ്യ ദുരന്തമാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് സർക്കാരും പറയുന്നു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ, അന്വേഷണം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട 2 പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ വ്യാജച്ചാരായം വിറ്റ ആളുകൾ എന്നാണ് പോലീസ് പറയുന്നത്. അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള ഗോവിന്ദരാജ്, സഹോദരനായിട്ടുള്ള ദാമോദരൻ എന്നിവരെയാണ് പിടിയിലായത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നടപടികൾ എന്തായാലും പുരോഗമിക്കുന്നു. ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തും, കള്ളാക്കുറിച്ചിയിലേക്ക് എത്തും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് 2 പേരെ അവശനിലയിൽ കണ്ടെത്തുന്നത്. അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള പ്രവീണും സുരേഷിനെയുമാണ്, ബന്ധുക്കളാണ് ഇവരെയാണ് അവശനിലയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു, അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം 2 പേരെ കൂടി സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുന്നു. അവരും മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അത് ശേഖർ, ജഗദീശൻ എന്നിവരാണ് മരിച്ചത്. പിന്നീടാണ് വ്യാപകമായ തോതിൽ പല ആശുപത്രികളിലായി ആളുകളെ എത്തിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റ് 5 മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് 3 പേർ ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, 2 പേർ കള്ളാക്കുറിച്ചിയിൽ, ഒരാൾ വിഴിപ്പുരത്തായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 10 മരണം ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നു. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം എന്ന സംശയം. മരണസംഖ്യ 10 ഉയർന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വ്യാജമദ്യ ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. പട്ടികജാതി വികസനം, ദേവസ്വം വകുപ്പുകൾ കൂടിയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇന്നലെയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിവരങ്ങൾ എന്താണ്? ഈ വകുപ്പുകൾക്ക് പുതിയ മന്ത്രി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. നിലവിലത് മുഖ്യമന്ത്രി ആ വകുപ്പുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ് ഗിരീഷ്? രാജ്യത്ത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വകുപ്പുകളും ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. പട്ടികജാതി വികസനം, ദേവസ്വം, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യ വകുപ്പുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രിയായിരിക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ ഇന്നലെയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. പകരം മന്ത്രി ആരെന്നത് സംബന്ധിച്ച്
ചർച്ചകൾ CPM-ൽ സജീവമാണ്. നാളെ സമാപിക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ഇതിനുശേഷമായിരിക്കും മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ തീരുമാനം ഉണ്ടാകുക. ഏതായാലും പുതിയ മന്ത്രി വേണമോ അതോ വകുപ്പുകൾ മറ്റ് മന്ത്രിമാർക്ക് നൽകണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള തീരുമാനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രഞ്ജിത്ത്. ശരി, വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയാണ്. പുതിയ മന്ത്രി വേണോ അതോ നിലവിലെ മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതിച്ച് നൽകണോ എന്നുള്ള കാര്യത്തിലൊക്കെ CPM നേതൃയോഗത്തിൽ തീരുമാനം ഉണ്ടാകും. വി എ ഗിരീഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാടിറങ്ങി വരുന്ന വന്യതയെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നാട്ടിലേക്ക് ഇറങ്ങുന്ന നരഭോജികൾ സാധാരണക്കാരന്റെ ജീവന് ഭീഷണിയായിട്ടും വന്യജീവി ആക്രമണം തടയാൻ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ആ മേഖലയിൽ നിന്ന് സജീവമായി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഉയർന്നു കേൾക്കുന്നതുമാണ്. കടുവയും പുലിയും കാട്ടാനയുമെല്ലാം ജനവാസ മേഖലയിൽ സൂര്യവിഹാരം നടത്തുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം അത് വയനാട്ടിൽ നിന്നാണ്. മേപ്പാടിയിൽ ഇന്ന് പുലർച്ചെ വീടിന്റെ തൊട്ടടുത്ത് പുലിയിറങ്ങി. ബത്തേരി നൂൽപ്പുഴ നെന്മേനിക്കുന്നിൽ പശുവിനെ ആക്രമിച്ചത് കടുവയാണെന്നും സ്ഥിരീകരിച്ചു. പുൽപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ഭീതി തുടരുകയാണ് വയനാട്ടിൽ. ആനയായും പുലിയായും കടുവയായും മനുഷ്യന്റെ സ്വൈരജീവിതത്തെ വന്യമൃഗങ്ങൾ ബാധിക്കുന്നു. ആദ്യം പുലിയെക്കുറിച്ച്. മേപ്പാടി മാൻകുന്ന് ചേരുംകാട്ടിൽ ശിവന്റെ വീട്ടിലാണ് പുലർച്ചെ 2:45 പുലി എത്തിയത്. വീട്ടിലെ വളർത്തുപട്ടിയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചു. കൂട് വലിച്ചിഴച്ചു. വീടിനു ചുറ്റും പുലി നടക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ കൂട് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂട് അവിടെ കാണുന്നില്ല. കൂട് ഈ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ പരിശോധിച്ചപ്പോൾ 2:45 ആ സമയമായപ്പോൾ പുലിയാണെന്ന് മനസ്സിലായത്. പിന്നെ തുടർന്നുള്ള ഓരോ ക്യാമറയും 4 ക്യാമറയുണ്ട്. 4 ക്യാമറയും ചെക്ക് ചെയ്തപ്പോൾ പുലി മൊത്തത്തിൽ വീട് ചുറ്റും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇനി കടുവ. നൂൽപ്പുഴ നെന്മേനിക്കുന്ന് കോട്ടൂർ കാർത്തിയായനിയുടെ ഗർഭിണിയായ പശുവിനെ കടുവ ആക്രമിച്ചു. വയലിൽ മേയാൻ വിട്ടപ്പോഴാണ് സംഭവം. പശുവിന്റെ ഇരുകാലുകൾക്കും സാരമായി പരുക്കേറ്റു. ആനയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. പുൽപ്പള്ളി വേലിയമ്പത്ത് കാട്ടാനയിറങ്ങി വീടിന്റെ മതിൽ തകർത്തു. വേലിയമ്പം ലക്ഷ്മി നിലയം ബാലാമണിയുടെ വീടിനോട് ചേർന്ന മതിലാണ് പുലർച്ചെ തകർത്തത്. കോൺക്രീറ്റ് ചെയ്ത മതിലിന്റെ ഭൂരിഭാഗവും തകർന്നു. ആന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. നെയ്ക്കുപ്പ ഭാഗത്ത് ദിവസങ്ങളായി കാട്ടാന ശല്യം കൂടിയിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതിരോധ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ മിക്കവാറും വീടിൻ്റെ പരിസരങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലുമെല്ലാം ആന തുടങ്ങി ഇവിടെ കാട്ടുമൃഗങ്ങളായ പന്നി, മയില്, മാന്, സകല ജാതി മൃഗങ്ങളെ കൊണ്ടും ഇവിടുത്തെ കൃഷിക്കാരെ പൊറുതിമുട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ കപ്പയോ ചേനയോ ചേമ്പോ ഇഞ്ചിയോ കാച്ചിലോ ഒന്നും നടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒതുങ്ങുന്നില്ല. കാട്ടുപോത്തും പന്നിയും മാനും മയിലും കുരങ്ങും വയനാടൻ ജീവിതത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട്. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ജനങ്ങളുടെ ആശങ്കയൊഴിയണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണം. ഇതിനായി സർക്കാരിൻ്റെയും മറ്റു സംവിധാനങ്ങളുടെയും ഇടപെടൽ തേടുന്നുണ്ട് വയനാടൻ ജനത. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വന്യജീവി ആക്രമണം പതിവായിട്ടും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ പരാതിയല്ല, ഏറെ നാളുകളായുള്ള പരാതിയാണ്. ജീവൻ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. നമ്മളെ പാടിവേല് കോട്ടനാടേ പണ്ടോട്ടിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആനകളൊന്നും ഇറങ്ങിയിട്ട് ഫോറസ്റ്റുകാർ ഓടിച്ചുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ വീണ്ടും അതിങ്ങനെ വന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടേ വീടുകൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളില്ല. പിന്നീട് വരാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്തടുത്ത വീടുകളാണ്. വയനാട് ജില്ലയിൽ പൊതുവെ വന്യമൃഗശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടി. കർഷകൻ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇന്ന് ഉറക്കമുളച്ച് ആനയുടെയും പന്നിയുടെയും കടുവയുടെയും ശല്യം കൊണ്ട് ജനം ഒരു രാത്രിയിൽ പോലും ഉറങ്ങാൻ പറ്റാതെ കാത്തിരുന്ന് നേരം വെളുപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നോ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത്രയും കാലം ജനങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങൾ ഇന്ന് അവരുടെ വീടും കോമ്പൗണ്ട് വാളും ഒക്കെ തകർത്ത് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.
കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവില്ല. രാവിലെ പാലുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് അതും സാധ്യമാവുന്നില്ല. ജീവിതം ആകെ ദുസ്സഹമാണ്. ജനജീവിതം ഏറ്റവും ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം 7 മണിയോടുകൂടി തന്നെ ഗ്രാമങ്ങളിലേക്ക് മുഴുവൻ കാട്ടാടുകളും കൂട്ടത്തോടെ ഇറങ്ങുകയും അവ നേരം വെളുക്കുന്നത് വരെ പറമ്പിൽ തന്നെ തമ്പടിക്കുകയും വന്യമൃഗശല്യം എന്നുള്ളത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. കൊച്ചി കളമശ്ശേരി കാർബോറണ്ടം ഫാക്ടറിയിൽ പൊട്ടിത്തെറി, സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി. തുടർച്ചയായി 7 തവണ മുഴക്കം ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എബിൻ ജോസ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, എന്താണ് സംഭവിച്ചത്? ഈ പൊട്ടിത്തെറിയുടെ കാരണമെന്ത്? ഈ ഇങ്ങനൊരു സ്ഫോടനം നടന്നു എന്നുള്ള കാര്യം മറച്ചുവെച്ചു എന്നുള്ള പരാതിയൊക്കെ ഇതിനോടൊപ്പം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? സംഭവിച്ചത് എന്താണ് എബിൻ? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. പ്രദേശവാസികൾ ഇക്കാര്യം അപ്പോൾ തന്നെ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി പരിശോധിക്കാമെന്ന് മാത്രമാണ് അവർ മറുപടി നൽകിയത്. ഇപ്പോൾ വീടുകൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്ന വീടിന്റെ ഈ കട്ടിളപ്പടി അത് ഇളകി അകന്നു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അകന്നു മാറി നിൽക്കുന്ന അവസ്ഥയിലാണ്. വാതിലുകൾ തുറക്കുന്നതിൽ പ്രയാസമുണ്ട്. ആളുകൾ പറഞ്ഞ് രാവിലെ 7 തവണയിലധികം ഈ ശബ്ദം കേട്ടു. വലിയ ഉഗ്ര ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ആ ശബ്ദം കേട്ട ആളുകൾ പുലർച്ചെ ഉണർന്നു നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഫാക്ടറിയിൽ നിന്നുള്ള ശബ്ദമാണെന്ന് മനസ്സിലായത്. അതിനുശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരെ അറിയിച്ചു. പക്ഷേ അവർ വന്ന് നോക്കാം, പരിശോധിക്കാമെന്നെല്ലാം പറഞ്ഞ് പോയി. പക്ഷേ ഇതുവരെ വൈകുന്നേരമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഇവിടെ എത്തി വാർത്ത പുറത്തറിയുന്നത്. കമ്പനി അധികൃതരും ഈ വാർത്ത പുറത്തേക്ക് വിട്ടില്ല. കമ്പനിക്കുള്ളിലെ കംപ്രസറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പോരായ്മയാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊരു വിശദീകരണം കമ്പനിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഈ സൗത്ത് കളമശ്ശേരിയുള്ള ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ശരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ ഇത് അറിഞ്ഞത്? ഇന്നൊരു ഉദ്ദേശം 3:30-3:45 അതിനിടയിൽ 3:30 ആ ടൈമിലാണ്. വെളുപ്പിന് എല്ലാവരും നല്ല ഉറങ്ങുന്ന ടൈമാണ്. ആ ടൈമിൽ പെട്ടെന്ന് പുറത്ത് നിന്ന് ഈ ഞങ്ങൾ ആദ്യം വിചാരിച്ച കള്ളന്മാരോ മറ്റുമാണ്. ഡോറും ജനലും ഒക്കെ കൊട്ടിയടക്കുന്ന, അതായത് കാലുകൊണ്ട് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ശബ്ദം. അത് ഒരു തവണ വന്നു. പിന്നെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ ഭയന്ന് എഴുന്നേറ്റാണ്. രാവിലെ കുട്ടികൾ വരെയും എഴുന്നേറ്റ് തന്നെ വിളിച്ചെഴുന്നേപ്പിച്ചല്ല, കുട്ടികൾ വരെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്, അതേപോലെ സുഖമില്ലാത്തവരും എല്ലാവരും എഴുന്നേറ്റ് പരിഭ്രാന്തരായിട്ട് അകത്ത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ എല്ലാ വീട്ടിലും ഇത് തന്നെയായിരുന്നു അംഗം, ഈ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഡോറ് തുറന്ന് ഇറങ്ങാൻ പുറത്തേക്ക് കുട്ടികളായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ഡോറ് തുറയുന്നില്ല. ഈ ഡോറ് സ്ട്രോങ് ആയിട്ട്, അതായത് കട്ടില ഇരുന്ന് അതും പ്രശ്നമായി. പിന്നെ പുറകുവശത്തോട് ഓടി റോട്ടിലേക്ക് ചെന്നു. ഫാക്ടറിയിൽ നിന്നുള്ളതാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഇതിനു മുമ്പ്? ഞങ്ങൾ റോട്ടിൽ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഇപ്പൊ 2-3 ദിവസം മുമ്പ് തൃശ്ശൂർ എന്തോ ഭൂചലനം ഉണ്ടായെന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി റോട്ടിലേക്ക് പോയത്. അപ്പൊ നോക്കുമ്പോൾ എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓടുന്നു. പിന്നെ മനസ്സിലായി ഒരു 7-8 തവണ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഒരു 3 സെക്കൻഡ് ഗ്യാപ്പിൽ ഈ സ്ഫോടനം പോലെ ശബ്ദം ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിരുന്നു? അതായത് ഇത് നടന്ന ഉടനെ തന്നെ ഞങ്ങൾ റോട്ടിൽ നിന്ന് നേരെ കമ്പനിയിലേക്കാണ് ആണുങ്ങൾ പോയത്. എല്ലാവരും പോയപ്പോൾ കമ്പനി രാവിലെ ആവട്ടെ അതിന് ശാശ്വത പരിഹാരം കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ മടക്കി അയച്ചു. അപ്പോൾ ഈ വെളുപ്പിന് 3:30-4 മണി ടൈമിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ ഇതുവരെക്കും ഇവിടെ അടുത്തടുത്തുള്ള 2 കൗൺസിലർമാർ ഇതിന് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല ഇതുവരെക്കും. അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് 2 പേരെന്തോ ബൈക്കിൽ മറ്റോ വന്ന് നോക്കിയിട്ട് ഇവിടെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല അവർ വന്ന് നോക്കിയത്. ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? പലതവണ ഉണ്ടായിട്ടുണ്ട്. പലതവണ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് വിള്ളലും പലതവണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പൊല്യൂഷൻ ഭയങ്കര പ്രോബ്ലം. ശരി, കൊച്ചി കളമശ്ശേരി കാർബോറണ്ടം ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി അധികൃതർ യാതൊരു തരത്തിലുള്ള വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട് നൽകിയില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. എബിൻ ജോസ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.